നമ്മുടെ നിരീക്ഷകൻ വരുന്നു 24 ഒബ്സർവർ. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും, കഴിഞ്ഞ ദിവസം ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു ഡോക്ടർ വെളിപ്പെടുത്തിയ കാര്യം. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങളില്ലാത്തതുകൊണ്ട് ശസ്ത്രക്രിയകൾ നിരന്തരം മാറ്റിവെക്കേണ്ടി വരുന്നു എന്നായിരുന്നു ഈ ഡോക്ടർ വെളിപ്പെടുത്തൽ. ഈ ഡോക്ടർ എന്തുകൊണ്ട് കേരള സമൂഹം പിന്തുണയ്ക്കണമെന്നാണ് ഒബ്സർവർ ബി ദിലീപ് കുമാർ പരിശോധിക്കുന്നത്. ഓവർ ടു ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അദ്ദേഹം ഈ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലാത്തതിനാൽ രോഗികൾ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുള്ള പോസ്റ്റുകൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ഇട്ടിരുന്നു. ഈ ശസ്ത്രക്രിയകൾ ഉപകരണങ്ങളില്ലാത്തതിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നു. വ്യാഴാഴ്ച തന്നെ 4 ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വന്നതിൽ ഒന്ന് ഒരു കോളേജ് വിദ്യാർത്ഥിയുടേതായിരുന്നു. തൻ്റെ മകൻ്റെ പ്രായം മാത്രമാണ് ആ വിദ്യാർത്ഥിക്കുണ്ടായിരുന്നത്. ആ വിദ്യാർത്ഥിയോട് ശസ്ത്രക്രിയ മാറ്റിവെക്കുന്നു എന്ന വിവരം പറഞ്ഞപ്പോൾ തനിക്ക് അത്രയേറെ ലജ്ജ തോന്നി, നിരാശ തോന്നി എന്ന കാര്യം കൂടി ഡോക്ടർ ഇതിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു. ഏതായാലും ആ ഡോക്ടറെ പിന്തുണച്ചുകൊണ്ട് വലിയ തോതിൽ കേരള സമൂഹം മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം ഡോക്ടർ ആ കാര്യത്തിലെല്ലാം ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പറഞ്ഞിരുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രികൾ, സർക്കാർ ആശുപത്രികളൊക്കെ സാധാരണ ജനവിഭാഗങ്ങൾ, സ്വകാര്യ ആശുപത്രികളെ സമീപിക്കാൻ കഴിയാത്ത ഒട്ടേറെ ജനവിഭാഗങ്ങൾ സമീപിക്കുന്ന ആശുപത്രികളാണ്. വലിയ വേദനയോടുകൂടി രോഗികൾ എത്തുന്ന സ്ഥലങ്ങളാണ്. അവരുടെ വേദന മാറ്റുന്നതിന്, അവർക്ക് ശസ്ത്രക്രിയ ചെയ്യുന്നതിനൊക്കെ ഡോക്ടർമാർ സദാ സന്നദ്ധരാണ്. പക്ഷേ ആശുപത്രിയിൽ വേണ്ടത്ര ഉപകരണങ്ങളില്ല. അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ഉപകരണം വാങ്ങാൻ 1 രൂപയുടെ പോലും പർച്ചേസിംഗ് പവർ അവിടുത്തെ വകുപ്പ് തലവൻ ഇല്ല. ഈ ആശുപത്രിയിൽ തന്നെ ഈ വൃക്കയിലെ കല്ലു നീക്കം ചെയ്യുന്നതിനുള്ള ഉപകരണം വാങ്ങണം എന്നാവശ്യപ്പെട്ട് മാസങ്ങളായി ഈ ഡോക്ടർ ആശുപത്രി വികസന സമിതിക്ക് മുന്നിലും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലുമൊക്കെ കയറി ഇറങ്ങുകയാണ്. ഇത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സാധനങ്ങൾ, ഉപകരണങ്ങൾ വാങ്ങുന്നതിന് അതിൻ്റെ ആശുപത്രി വികസന സമിതിയുടെ ചുമതലയുള്ള ജില്ലാ കളക്ടറുടെ അനുമതി വേണം. ആശുപത്രിയിൽ അന്വേഷിച്ചാൽ അത് കളക്ടറുടെ മുന്നിലേക്ക് ഫയൽ പോയി എന്ന മറുപടിയാണ് നൽകുന്നത്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ ബന്ധപ്പെട്ടു. ഒടുവിൽ ഈ ഫയൽ തിരികെ എത്തിയപ്പോൾ അത് ഉപകരണത്തിൻ്റെ വില വർദ്ധിച്ചു എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. മാത്രമല്ല, പലപ്പോഴും ഈ ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങിയിരുന്നത് രോഗികളിൽ നിന്ന് തന്നെ 3000-വും 5000-വും രൂപയൊക്കെ വാങ്ങിയാണ് അങ്ങനെ ഉപകരണങ്ങൾ വാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്ന നിസ്സഹായാവസ്ഥയും ഡോക്ടർ പറയുന്നുണ്ട്. ഡോക്ടർ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പ്രൈമറി സ്കൂൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ പഠിച്ച തനിക്ക് ഈ സമൂഹത്തോടുള്ള തിരിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതിൻ്റെ അത്തരമൊരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് വർഷത്തിൽ 360 ദിവസവും ഈ ജോലി എടുക്കുന്നത്. മാത്രമല്ല, അവിടെ വരുന്ന സാധാരണക്കാരായ രോഗികളെക്കുറിച്ച് അറിയാം. ഉപജീവനമാർഗം നഷ്ടപ്പെടുത്തിയാണ് പലരും ആശുപത്രികളിൽ കൂട്ടിരിക്കാൻ വരുന്നത്. ചിലർ കാശ് കൊടുത്തു കൂട്ടിരിപ്പുകാരെ വരുത്തുന്നുണ്ട്. സ്വന്തമായുള്ള ഓട്ടോറിക്ഷ ഈടുവെച്ചുകൊണ്ട് ആശുപത്രികളിൽ വന്ന് ചികിത്സയ്ക്ക് വേണ്ടി സമീപിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ജനവിഭാഗങ്ങളെ നിരാശപ്പെടുത്താൻ കഴിയില്ല എന്ന കാര്യം ഡോക്ടർ ഇതിൽ കുറിച്ചിരുന്നു. ഇത് ആരോഗ്യവകുപ്പ് ഏതോ അച്ചടക്ക ലംഘനം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണുന്നത്. അദ്ദേഹം ആദ്യമിട്ട 2 ഫേസ്ബുക്ക് പോസ്റ്റും പിൻവലിച്ചുകൊണ്ട് ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യം കൂടി ആവർത്തിച്ചിട്ടുണ്ട്. അതായത് താൻ ഏതെങ്കിലും ലാബുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കാനിങ് സെൻറ്ററിൻ്റെയോ കമ്മീഷൻ ഇന്ന് വരെ വാങ്ങിയിട്ടില്ല. താൻ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കൈക്കൂലി വാങ്ങുന്ന ഒരാളല്ല. ചെയ്യുന്ന ജോലിയോടുള്ള പ്രതിബദ്ധത കൊണ്ട് മാത്രമാണ് ഈ 365 ദിവസവും ഈ പണിയെടുക്കുന്നത് എന്ന കാര്യം കൂടി. അതുകൊണ്ട് ഈ ജോലി മടുത്തിരിക്കുന്നു, രാജിവെച്ചാലോ എന്ന ചിന്ത വളരെ ശക്തമായി വരുന്നുണ്ട് എന്നും ഡോക്ടർ പറയുന്നു. ഏതായാലും ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തും, ഒരു പുനഃപരിശോധന നടത്തും എന്ന് കരുതാം. സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ, മരുന്നുകൾ ഇവയൊക്കെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കരുതാം. ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ള ഉറപ്പ് ചൊവ്വാഴ്ച ഈ ഉപകരണങ്ങൾ വാങ്ങി നൽകും എന്നതാണ്. അത്തരത്തിൽ ഉപകരണങ്ങൾ വാങ്ങി നൽകട്ടെ. സംസ്ഥാനത്തെ ആരോഗ്യരംഗം ലോകത്തിലെ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കത്തക്കതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കാൻ ഇത്തരം ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കാനൊക്കെയുള്ള സന്നദ്ധരായി അവർ ഈ ആരോഗ്യവകുപ്പ് കൂടി മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് കരുതാം. SKN. ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഒരു വെളിപ്പെടുത്തൽ നടത്തി. പ്രശസ്ത യൂറോളജിസ്റ്റാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിന് ചെളിവാരി എറിയാൻ ശ്രമങ്ങൾ നടക്കുന്നു. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അന്വേഷണം നടക്കട്ടെ. വകുപ്പ് തല അന്വേഷണം ഇപ്പോൾ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ.